ഒരാൾക്കും അസുഖവും പ്രശ്നവുമൊന്നും വരാതിരിക്കട്ടെ. പാലക്കാട് നഗരത്തിന്റെ വഴിയോരങ്ങളിൽ താമസിക്കുന്ന രജനിക്കും ശബരീഷിനുമുള്ള പുതുവർഷ പ്രാർത്ഥനയാണിത്. എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്നും ഇവർ ആശംസിക്കുന്നു. പച്ചക്കുരുവി പാടും, പറന്ന് പറന്ന് ഓടും, ഉച്ചിക്കിളി നിൽക്കും. 6 മാസം തമിഴ്നാട്ടിലും പിന്നൊരു 6 മാസം പാലക്കാട്ടെ തെരുവിലും. ഇതാണ് ഇവരുടെ ജീവിതം. രക്ഷിതാക്കൾക്കൊപ്പം കളിച്ച് ചിരിച്ച് കുട്ടികളും ഒപ്പമുണ്ട്. കൈക്കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയിട്ടുണ്ട്. ആക്രിസാധനങ്ങൾ പെറുക്കാനാണ് ഈ തെരുവിലേക്കെത്തിയത്. നഗരത്തിന്റെ വഴിയോരത്ത് അടുപ്പൊരുക്കി ഭക്ഷണം വെച്ച് വെയിലും തണുപ്പുമെല്ലാം കൊണ്ട് ജീവിതം തള്ളി നീക്കുമ്പോൾ പുതുവർഷം നൽകുന്ന പ്രതീക്ഷ അത് വലുതാണ്. എല്ലാവരും നല്ലതായിരിക്കണം. അതാണ് രജനിക്ക് പറയാനുള്ളത്. എല്ലാവരും അടുത്ത കൊല്ലം 26 വരയ്ക്കും എല്ലാം ജീവിച്ചിരിക്കണം. എല്ലാവരും മക്കളെല്ലാം നല്ലതായിരിക്കണം. നൊടി വരാതെ, കഷ്ടങ്ങൾ വരാതെ എല്ലാവരും നല്ലതായിരിക്കണം. അത്രേ ഉള്ളൂ. 2024 ഒരു തീരാവേദന നൽകിയിട്ടുണ്ട്. തൃശൂർ നാട്ടികയിൽ റോഡിലുറങ്ങിക്കിടന്ന ബന്ധുക്കൾ ശരീരത്തിൽ ലോറി കയറി ഇല്ലാതായത്. ഇനി അങ്ങനെയൊരു ദുരന്തം ആവർത്തിക്കരുതെന്ന പ്രാർത്ഥനയുണ്ട് മടേശ്വരന്. 2 അളിയന്മാരാണ്. കാളിയപ്പ, നാഗമ്മ, ബംഗാരി, 2 കുട്ടികൾ. എൻ്റെ പെത്തക്കൊരു ആൾക്കാരാണ്. എൻ്റെ മാമ ഒന്നും ഉണ്ടാകില്ല. വീടും നാടുമെല്ലാം തമിഴ്നാട്ടിലാണെങ്കിലും വർഷങ്ങളായി പാലക്കാടാണ് തൊഴിൽ സ്ഥലം. എല്ലാ കൊല്ലവും 6 മാസം പണിയെടുത്ത് നാട്ടിലേക്ക് മടങ്ങും. എൻ്റെ അച്ഛനൊക്കെ ഞങ്ങൾ കേരളത്തിൽ പഠിച്ചിട്ടുള്ളത്. എറണാകുളത്തിൽ പഠിച്ചിട്ടും പിന്നെ അവിടെ ഒന്നും ഞങ്ങൾ 10ാം ക്ലാസ് വരെയും 10ാം ക്ലാസ് ഫെയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ജോലിക്ക് പുറത്ത് എല്ലാം കുറേ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത്രയും മതിക്കത്തില്ല. എന്നുവെച്ചാൽ ചെയ്താലും കമ്മിയാണ് വിലയൊക്കെ കൊടുക്കുള്ളൂ, പൈസയൊക്കെ കൊടുക്കുള്ളൂ. ആ കാരണം കൊണ്ട് ഞങ്ങൾ മറ്റുള്ള ജോലിക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഒപ്പം നല്ല സന്തോഷമായിട്ട്. കുട്ടികൾക്ക് പഠിക്കണം. ഒരാളുടെ ആഗ്രഹം പോലീസാകാനാണ്, മറ്റൊരാൾക്ക് ഡോക്ടർ. എല്ലാവരും സന്തോഷമായി ജീവിക്കണം. രജനിയും ശബരിയും ആവർത്തിച്ചു. ഹാപ്പി ന്യൂ ഇയർ. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.